Hello friends, welcome to Satchand's Tuition Class 10 Chemistry, Chapter 1. Periodic Table and Electronic Configuration Part 4 ആണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. Special Electronic Configuration of Chromium and Copper. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയും എന്നിട്ട് പറഞ്ഞു അതിനകത്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയാൽ കുറച്ച് ടേബിൾസ് ഒക്കെ ഉണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഈ പാർട്ട് 1 to 3 കണ്ട കുട്ടികളെ സംബന്ധിച്ചത് വളരെ എളുപ്പമാണ്. എങ്കിൽ പോലും ഞാനൊന്ന് സഹായിക്കാം അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേബിൾ വരുന്നത് 1.3യിലാണ്. അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെൽ നമ്പർ അതുണ്ട് 1, 2, 3, 4. ഓക്കെ, ഈ ഷെൽ നമ്പർ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ K, L, M, N ഇങ്ങനെ പോകുന്ന ഷെല്ലിൻ്റെ നമ്പറുകളാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഉള്ള സബ്ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ കെയിനകത്ത് എന്താണ് എസ് ഉണ്ട്, എല്ലിനകത്ത് 2 സബ്ഷെല്ലുണ്ട്, എസും പിയും. അപ്പോൾ എത്ര സബ്ഷെല്ലുണ്ടോ അത്രയും നമ്പർ തന്നെയായിരിക്കും ഷെൽ നമ്പറും വരിക. അപ്പോൾ രണ്ടും സെയിം ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ 3 ഷെൽ നമ്പർ ഉണ്ടെങ്കിൽ 3 സബ്ഷെൽ ഉണ്ടാവും, അതൊക്കെയാണ് എസ്, പി, ഡി. ഓക്കെ, 4 ഷെൽ നമ്പർ ഉണ്ടെങ്കിൽ 4 സബ്ഷെൽ ഉണ്ടാവും, അതൊക്കെയാണ് എസ്, പി, ഡി ആൻഡ് എഫ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഷെല്ലിലെ എസ് എന്ന അടിസ്ഥാനത്തിൽ 1s എന്ന് പറയുന്ന ഓർബിറ്റൽ അതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാലോ 2s, എന്താണ് 2s, എന്താണ് 2p. ഓക്കെ, അടുത്തത് 3p അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത് 3d. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോൾ 2 ഫില്ല് ചെയ്യണം. 4 ആണ് ആ ഷെൽ നമ്പർ, 4. പിന്നെ സബ് ഷെൽ എസ് 4s, 4p. പിന്നെ ഇവിടെ ആണെങ്കിലോ 4f. അത്രേ ഉള്ളൂ, സിമ്പിൾ. കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ടേബിളിലേക്ക് വരാം. അടുത്തൊരു ടേബിൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെൽ നമ്പറൊക്കെ സെയിം തന്നെ, നേരത്തെ പോലെ തന്നെ. പിന്നെ ആ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, 2n² എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഓർക്കുന്നുണ്ടോ? നമ്മൾ ഫസ്റ്റ് സ്ലൈഡുകളിൽ വീഡിയോസിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്താണ് എൻ്റെ അർത്ഥം? എന്നിന് നിങ്ങൾ വില കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടും. ഇപ്പോൾ എന്നിന് 1 എന്ന് കൊടുത്താൽ 1² എന്ന് പറഞ്ഞാൽ 1 and 2 into 1 2, 2 ഇലക്ട്രോൺ. ഇനി 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2² 4 ആണ്, 4 into 8 ഇലക്ട്രോൺ. ഇനി 3 കൊടുത്തു കഴിഞ്ഞാൽ 2 into 3², ദാറ്റ് ഈസ് 2 into 9, 18 ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺ നമ്മൾ കണ്ടുപിടിക്കേണ്ട, ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചേക്കണം ഓരോ സബ്ഷെല്ലിലും ഇലക്ട്രോണിൻ്റെ എണ്ണം നമ്മളിങ്ങനെ താഴെ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം, എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണും, പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോണും, ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എന്താണ് 10 ഇലക്ട്രോൺ, അതുപോലെ എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ മാക്സിമം എത്രയാണ് 14. അപ്പോൾ അതവിടെ കൊടുത്താൽ മതി. ഇവിടെ 2s 2 ഇലക്ട്രോൺ, 2pയിലാണെങ്കിൽ 6, 3s അഗെയിൻ 2, പിയിൽ 6, ഡിയിൽ 10, 4s 2, 4pയിൽ 6, 4dയിൽ 10, 4fൽ 14. This is the maximum number of electrons that can be accommodated in each subshell. Okay? ഇനി അതിൻ്റെ താഴെ ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. The number of electrons in an atom is equal to its atomic number. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം അതിൻ്റെ അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണ്. ബട്ട് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു ആറ്റം എടുക്കുകയാണ്, സപ്പോസ് ഹൈഡ്രജൻ തന്നെ എടുത്തോളൂ. ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോൺ ഉണ്ട്, ന്യൂക്ലിയസിന് പുറത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ അറ്റോമിക് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. കാരണം അതങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം മാറില്ല. ഇലക്ട്രോൺ വേണമെങ്കിൽ ഹൈഡ്രജൻ ആർക്കെങ്കിലും എന്താണ് ഷെയർ ചെയ്യാം, ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഹൈഡ്രജനെ വിട്ടു പോയാൽ ഹൈഡ്രജൻ പ്ലസ് പോസിറ്റീവ് അയോണാണത്. അപ്പോൾ അവിടെ ഇലക്ട്രോൺ ഇല്ല, പക്ഷേ അപ്പോഴും അതിൻ്റെ അറ്റോമിക് നമ്പർ ഒന്നാണ്. അപ്പോൾ നമുക്കൊരിക്കലും ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും അയോണിന് പറയാൻ കഴിയില്ലെങ്കിലും ആറ്റത്തിന് നമുക്ക് പറയാൻ കഴിയും. ആറ്റം ആവുന്നത് എപ്പോഴാണ്? ഈ പോസിറ്റീവ് ചാർജുള്ള ഒരു പ്രോട്ടോണും അതിന് തത്തുല്യമായ ഇലക്ട്രോണും കൂടിയുള്ളപ്പോഴാണ് അത് ആറ്റം എന്ന് നമ്മൾ പറയുള്ളൂ. അപ്പോൾ ആറ്റത്തിൻ്റെ കേസിൽ പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും സെയിം ആണ്. പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ എണ്ണവും അറ്റോമിക് നമ്പർ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ആ ഒരു അടിസ്ഥാനത്തിലാണ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് നമ്പർ ഇസ് Z എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് 1. അപ്പോൾ ഹൈഡ്രജൻ ഇങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ താഴെ നമ്മളിങ്ങനെ ഒന്ന് എഴുതുകയാണ് ചെയ്യുക. ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞേക്കണം ഇലക്ട്രോണിൻ്റെ എണ്ണവും അറ്റോമിക് നമ്പറും സെയിം ആണ്, അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം വെരി ഈസി. ഓക്കെ, ഇൻ വിച്ച് ഷെൽ ഇസ് ദ ഇലക്ട്രോൺ ഫിൽഡ്, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ഇലക്ട്രോൺ ഉള്ളെങ്കിൽ അത് ഫസ്റ്റ് ഷെല്ലിലേക്ക് പോകണം. ആ ഷെല്ലിൻ്റെ പേര് K എന്നാണ്. ഇനി ഇൻ വിച്ച് സബ് ഷെൽ, അതിനകത്ത് ഏത് സബ് ഷെല്ലിനകത്താണെന്നാണ് അടുത്ത ചോദ്യം.
കെയിനകത്ത് ആകെ ഒരു സബ്ഷെല്ലുള്ളൂ, അത് എസ് ആണ്. ക്ലിയർ? അപ്പോൾ എൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതാൻ പഠിച്ചതുപോലെ 1s 1. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് അടുത്തൊരു ടേബിൾ നോക്കാം. ഈ ടേബിളിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ്. ഇപ്പോൾ നൈട്രജൻ 7 തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺ 7. ആ ഇലക്ട്രോണിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, 1s2 2s2 2p3. ഇനി ഫ്ലോറിൻ തന്നിട്ടുണ്ട് 9 ആണ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെ എഴുതും നിങ്ങൾ? 1s2 2s2, ഇപ്പോൾ 4 എണ്ണമായി, ഞാൻ 5 എണ്ണം കൂടി 2p5. ഓക്കെ, അടുത്തത് സോഡിയമാണ്. സോഡിയത്തിൻ്റെ ഇവിടെ ഈ അറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് എൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്താണ്? 11. ഓക്കെ, സോ അതെങ്ങനെ എഴുതും? 1s2 2, s 2 ഇലക്ട്രോൺ, 2s2 2p എത്ര ഇലക്ട്രോൺ മാക്സിമം പോകും? 6. ഇപ്പോൾ എത്രയായി? 2 2 4 4 6 10, 3s 1. ക്ലിയർ? അടുത്ത അലുമിനിയം, അറ്റോമിക് നമ്പർ 13. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 13. ഇപ്പോൾ ഇവിടെ 1s2 2s2 2p6 3s2, ഇപ്പോൾ എത്രയായി? 2 4 4 6 10 12, പിന്നെ ഒരെണ്ണം കൂടി വേണം, 3p1. ഓക്കെ, അടുത്ത ക്ലോറിൻ, അറ്റോമിക് നമ്പർ 17. അപ്പോൾ നമ്മൾ എഴുതും 1s2, ഓക്കെ, 2s2 4 ആയി, 2p6 64 10 ആയി. ഇത് എഴുതാൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായി പഠിപ്പിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കുള്ളൂ. 3s2, ഇപ്പോൾ എത്രയായി? 64 10 12 ആയി. 3pയിൽ ഇനി എത്ര എണ്ണം കൂടി വേണം? ഈ 17 ആവണമെങ്കിൽ 5 എണ്ണം കൂടി വേണം, 3p5. അടുത്ത് നിങ്ങൾ ഇതുപോലെ എഴുതാൻ ലാസ്റ്റ് അവസാനിക്കുന്നത് 3p എന്തായിരിക്കും? 6-ലായിരിക്കും. ഓക്കെ, ലൈക്ക് ദിസ്. പിന്നെ അറ്റോമിക് നമ്പർ സാർ എഴുതി, ഇങ്ങനെയാണ് ഫൈനലി എൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ദിസ്, ആർഗണിന് നമ്മൾ എന്താണ് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ആർഗണിന് ശേഷമുള്ള ഒരു ആർഗൺ അറ്റോമിക് നമ്പർ 18 ആണ്. അതിനുശേഷം 19 20 20 സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഇങ്ങനെ എഴുതാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതുപോലെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കൊബാൾട്ടിൻ്റെയും സിങ്കിൻ്റെയും എഴുതാനാണ് നമുക്ക് ഈ ടേബിളിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാൽസ്യം കൊബാൾട്ടും സിങ്കും ഒക്കെ എവിടെ വരും നോക്കാം. ദിസ് ഈസ് കാൽസ്യം കൊബാൾട്ട് സിങ്ക്, മനസ്സിലായോ? അതുപോലെ മഗ്നീഷ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മഗ്നീഷ്യം എഴുതണമെങ്കിൽ ഷോർട്ട് ഫോമിൽ എഴുതണമെങ്കിൽ മഗ്നീഷ്യത്തിന് മുന്നേയുള്ള ആരെ കണ്ടുപിടിക്കണം? നോബിൾ ഗ്യാസസിനെ കണ്ടുപിടിക്കാം. അത് നിയോൺ ആണ്. നിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോൺ ഇങ്ങനെ എഴുതാം. അപ്പോൾ അത്രയും 10 ആയി, ബാക്കി 11 12 11 12. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മഗ്നീഷ്യം. അപ്പോൾ മഗ്നീഷ്യം കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, മഗ്നീഷ്യം കിടക്കുന്നത് കണ്ടോ 1 2 മൂന്നാമത്തെ പീരീഡിലാണ്. അപ്പോൾ മഗ്നീഷ്യം മൂന്നാമത്തെ പീരീഡിലായതുകൊണ്ട് 3s അവസാനിക്കുക എന്ന് മനസ്സിലാക്കുക. അതായത് 3s സ്റ്റാർട്ട് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ഷോർട്ട് ഫോം കഴിഞ്ഞിട്ട് വരുന്ന ആൾ 3s ആയിരിക്കും. ഈ 3 ആണ് എൻ്റെ പീരീഡ്, അപ്പോൾ 3s അതാണ് എൻ്റെ ഒരു ഹിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മഗ്നീഷ്യം മൂന്നാമത്തെ പീരീഡിലാണ്, നമുക്കറിയാം. മഗ്നീഷ്യത്തിന് മുന്നേ ഉള്ള ആൾ നിയോൺ ആണ്. അപ്പോൾ നമ്മളവിടെ എന്താ നിയോൺ നിങ്ങൾ എഴുതാം, പ്രശ്നം കഴിഞ്ഞു. ഇനി മഗ്നീഷ്യത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 12 ഇലക്ട്രോൺ ഉണ്ട്. നിയോണിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 10 ഇലക്ട്രോൺ. അപ്പോൾ 10 കഴിഞ്ഞ പിന്നെ വരേണ്ടത് 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 3s2. ഓക്കെ, അപ്പോൾ നിയോൺ 3s2. നമുക്ക് നോക്കാം, മഗ്നീഷ്യം അതുപോലെ കൊബാൾട്ട് സിങ്ക് 3 എണ്ണമാണ് നമുക്ക് എഴുതേണ്ടത്. അതിനകത്ത് മഗ്നീഷ്യത്തിന് മുന്നേ വരുന്നത് നിയോൺ. ഓക്കെ, ഇനി കൊബാൾട്ടും സിങ്കും നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇവർ രണ്ടുപേരും നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് മുന്നേ വരേണ്ട ആൾ ആർഗൺ ആണ്. കണ്ടോ, ഇത് രണ്ടുപേരും 4-ലാണ് എന്ത് അവസാനിക്കുന്നത്. ഇപ്പോൾ കൊബാൾട്ട് 27 ആണ്, അതിന് മുന്നേ ആർഗൺ 18 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ആർഗൺ. ഓക്കെ, അപ്പോൾ 18 ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് 19 20 തുടങ്ങി എന്താണ് 27 വരെ. പക്ഷേ അത് കിടക്കുന്നത് 4ാമത്തെ പീരീഡിലായതുകൊണ്ട് 4s2 നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. 4s2 ഇപ്പോൾ എത്ര? 18 2 20. ദെൻ 3d എത്ര എഴുതണം? 27 വരാൻ 7. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം, ഇങ്ങനെ ഫില്ല് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം ഇത് ശരിയാക്കി എഴുതണം. ശരിയാക്കി എഴുതേണ്ടത് എങ്ങനെയാണ്? ആർഗൺ എഴുതിയിട്ട് 3d ഓർബിറ്റിൽ എഴുതിയിട്ട് വേണം എന്തെഴുതാൻ? 4s എഴുതാൻ. ഓക്കെ, ആ കാര്യം മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആർഗൺ 3d7 4s2. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം, സിങ്ക്. അപ്പോൾ ഓരോന്നിനും നമുക്ക് ആദ്യം എഴുതാം. ആദ്യം നമുക്ക് കാൽസ്യത്തിൻ്റെ എഴുതാം. ആർഗൺ 18 ആയി. ഇനി നമുക്ക് 2 കൂടി വേണം. സോ 4s2. ക്ലിയർ? ഇനി നമുക്ക് കൊബാൾട്ട് ഇപ്പോൾ നമ്മൾ എഴുതി ആർഗൺ 3d7 4s2. സിങ്ക് ആണെങ്കിൽ എന്ത് വരും? ആർഗൺ 3d10 4s2. ശരിയാണ്. നമുക്ക് ആർഗൺ 18 2 20 10 30. ഓക്കെ, ഇനി മഗ്നീഷ്യം നമ്മൾ കണ്ടു, നിയോൺ വെച്ചാണ് എഴുതേണ്ടത്. നിയോൺ 3s2. ഓക്കെ, ക്ലിയർ? യെസ്. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകതയിലേക്ക് പോകാൻ പോകുന്നത്. പെക്കുലാരിറ്റി ഓഫ് ദി
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. ക്രോമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 24ഉം കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 29ഉമാണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d. നോക്കിക്കോളൂ, ഇവിടം വരെ സാറ് എഴുതി 3d എഴുതിയിട്ടില്ല. 2 2 4, 4 6 10, 12, 12 6 18, 20, 4, 3d 4. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അതിനകത്ത് 3d ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്, അതിനുശേഷമാണ് 4s എഴുതേണ്ടത്. ഒക്കെ ശരിയാണ്, പക്ഷേ ഇത് ശരിയല്ലല്ലോ, ഇതിൻ്റെ ഉത്തരം തെറ്റാണത്. ഇങ്ങനെയല്ല എഴുതേണ്ടത്. ഇത് വരുന്നത് ഇങ്ങനെയാണ്: 3d 5, 4s 1. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇതാണ് ചോദ്യം. ഇതാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നമ്മൾ കോപ്പറിൻ്റെ എഴുതുകയാണെങ്കിൽ, കോപ്പറിൻ്റെ ഇതുപോലെ തന്നെ മുഴുവൻ എഴുതുകയാണെങ്കിൽ 1s2, 2s2, 2p6, 3s2, 3p6, 4s2. നിങ്ങൾ 4s2 എഴുതരുത്, അവിടെ 3d എഴുതണം. ഞാൻ എളുപ്പം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതാണ് 3d. ഇവിടെ വരേണ്ടത് 9 ആണ്. ഓക്കെ, ക്ലിയർ? ശരിയാണെന്ന് നോക്കിയോ. 2 2 4, 4 6 10, 12, 20. ഒന്ന് നോക്കുക. 2 2 4, 4 6 10, 12, 12ഉം 6ഉം 18, 2 20, 29. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബട്ട് ആക്ച്വലി സംഭവിക്കുന്നത് ഇങ്ങനെയല്ല. സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3d 10, 4s 1. എന്തുകൊണ്ട് ഇങ്ങനെ വരും? ലാസ്റ്റ് ഇങ്ങനെ വരും. ഇതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഇത് എക്സാമിന് എന്തായാലും ചോദിക്കും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. അതാണ് നമ്മൾ ആദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രോമിയം എവിടെ കിടക്കണേ? കണ്ടോ ക്രോമിയം? നിങ്ങൾ സൂക്ഷിച്ച് നോക്കി. കണ്ടില്ല? 24. ദിസ് ഈസ് ദ ക്രോമിയം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. നമുക്കറിയാം ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ വെച്ച് എഴുതുകയാണെങ്കിൽ 4s1, 3d5. ഓക്കെ, ക്ലിയർ ആണോ? ആക്ച്വലി നമ്മൾ എന്താ എഴുതാറ്? നമ്മൾ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും: 4s2, 3d4. ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയല്ല കാണുന്നത്. 4s1, 3d5 എന്നാണ് കാണുന്നത്. അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡി ഓർബിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3d ഓർബിറ്റൽ 5 എന്നുള്ളത് 1 2 3 4 5. അതുപോലെ അത് കഴിഞ്ഞ് വരുന്ന 4s ഓർബിറ്റൽ എന്നാണ് ഒരെണ്ണമുണ്ട്, 4s ഓർബിറ്റൽ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 3d ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും? മൊത്തം 10 ഇലക്ട്രോൺസ് ആണ് 3d ഓർബിറ്റലിൽ കൊള്ളുക. അതുപോലെ തന്നെ 4sലാണെങ്കിൽ മൊത്തം എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 2 ഇലക്ട്രോൺ കൊള്ളും. അതിനുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസ് നമുക്ക് ഇടാം. ഇപ്പോൾ ഡിയിൽ കണ്ടോ 10 ഇലക്ട്രോൺസ് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. 4sലാണെങ്കിൽ 2 ഇലക്ട്രോൺ ഇരിക്കാനുള്ള സ്ഥലവും 4sലുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്ന് നിറയേണ്ടത് 6 ഇലക്ട്രോൺസ് ആണ്, അല്ലേ? ആർഗൺ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 6 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോൺ എന്താണ്? 4s2ലേക്ക് പോയി. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി 4s2. ഓക്കെ, നമ്മൾ സാധാരണ നോർമൽ അങ്ങനെ എഴുതി വരാം. ദെൻ ബാക്കിയുള്ള 4 ഇലക്ട്രോൺ ഇതാവുന്നു, 2 3 4. ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോൺ ഇങ്ങനെയല്ല ഫില്ല് ചെയ്യുന്നത്. ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, അങ്ങനെയാണ് പോകുന്നത്. അതായത് ഓരോന്നായിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതിന് നമ്മൾ ഹൺസ് റൂൾസ് ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറയും കെമിസ്ട്രിയിൽ. നമുക്കിപ്പോൾ പഠിക്കാനുള്ള ഹയർ സ്റ്റഡീസ് പഠിച്ചോളൂ. ഓക്കെ, അപ്പോൾ ആക്ച്വൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ആക്ച്വൽ സംഭവിക്കുന്നത് 4s2ൽ 2 നിറഞ്ഞതിന് ശേഷം 3dയിലേക്ക് പോവുകയാണ്. കണ്ടോ? ഓക്കെ, 3dയിൽ ഇങ്ങനെ നിന്നതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഒരു ആറ്റത്തിനെ സംബന്ധിച്ച്, ഒരു എലമെൻറ്റിനെ സംബന്ധിച്ച്, ഫോർ എക്സാമ്പിൾ നമ്മൾ സോഡിയവും ക്ലോറിനും എടുക്കുകയാണെങ്കിൽ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതായത് സോഡിയം നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഈസ് സോഡിയം. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഓക്കെ, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ഓക്കെ, അടുത്ത ഷെല്ലെന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിലെ 18ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് നമ്മൾ നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. അവരുടെ എല്ലാവരുടെയും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളൂ. അതായത് അവർ സ്റ്റേബിളാണ്. ഒരു എലമെൻറ്റ്, ഒരു ആറ്റം സ്റ്റേബിൾ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? അവരുടെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളപ്പോഴാണ്. ഓക്കെ, അതായത് അവർക്ക് ഇനി ഒരു ഇലക്ട്രോണിൻ്റെ ആവശ്യമില്ല, അവരാർക്കും കൊടുക്കുകയുമില്ല. നമുക്കൊന്നും വേണ്ട, നമ്മളാർക്കും തരുകയുമില്ല. നോബിളാണ്, രാജാക്കന്മാരാണ് അവർ. എന്നാൽ സോഡിയം അങ്ങനെയല്ല. പാവം സോഡിയം വളരെ ദാനശീലനാണ്. സോഡിയത്തിന് ഇവിടെ 8 എണ്ണം വരണമെങ്കിൽ 7 എണ്ണം കിട്ടണം. അതാരും കൊടുക്കില്ല.
അപ്പോൾ പിന്നെ സോഡിയത്തിന് ഒറ്റ മാർഗ്ഗമുള്ള ഈ ഒരെണ്ണം അങ്ങോട്ട് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരെണ്ണം ഉപേക്ഷിക്കുമ്പോൾ സോഡിയം ചെറുതായി പോകും. നമ്മളതിനെ സോഡിയം പ്ലസ് അയോൺ എന്ന് പറയും. അപ്പോൾ സോഡിയം ആറ്റത്തിനേക്കാളും ചെറുതായിരിക്കും സോഡിയം പ്ലസ് അയോൺ, കാരണം ഈ ഷെല്ല് അങ്ങോട്ട് പൊട്ടിപ്പോകും. കണ്ടോ, പിന്നെ ഈ 8 ഇലക്ട്രോണുകളേ ഉള്ളൂ. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഒരാൾ വരണ്ടേ, അതാണ് നമ്മുടെ ക്ലോറിൻ. ഇപ്പോൾ ക്ലോറിൻ്റെ നമ്മൾ കേസ് എടുക്കുകയാണെങ്കിൽ ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 ആണ്. ഇതിനകത്ത് 2 ഇലക്ട്രോൺസ് ഫസ്റ്റ് ഷെല്ലിൽ, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, 10 അടുത്ത ഷെല്ലിൽ 7 ഇലക്ട്രോൺസ്. ക്ലോറിൻ ഒരെണ്ണം മതി. അത് ആര് കൊടുക്കും? സോഡിയം കൊടുക്കും. അപ്പോൾ അതിവിടെ വന്ന് ചേർന്ന് കഴിയുമ്പോൾ ക്ലോറിൻ കുറച്ചും കൂടി വലുതാവും. അപ്പോൾ ക്ലോറിൻ അയോൺ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആറ്റത്തിനേക്കാളും വലുതായിരിക്കും. ഇവിടെ പരസ്പരം ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് എങ്ങും പോകാൻ പറ്റില്ല, ഇവർ ഒരുമിച്ചിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഉപ്പുണ്ടായത്, NaCl, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ഈ എലമെൻറ്റുകൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള പ്രധാന കാരണം ഒരാൾക്ക് ഇലക്ട്രോൺ കൊടുക്കാനും ഒരു ഇലക്ട്രോൺ വാങ്ങിക്കാനും അല്ലെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യാനും ആവശ്യമുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇവർക്ക് അതിന് ആഗ്രഹമില്ല. ഇപ്പം നമ്മളെപ്പോലെയാണ്. നമുക്ക് ആർക്കെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ഇല്ല. നമ്മൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം എന്നാണ് ആഗ്രഹം, അതായത് സ്വന്തം കാലിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം. അതിനാണ് നമ്മൾ സ്റ്റേബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ആറ്റത്തിന് അങ്ങനെ നിൽക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഓർബിറ്റുകളെല്ലാം ഫില്ലാവണം, ഫുൾ ഫില്ലാവണം. അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പകുതിയെങ്കിലും എന്ത് ചെയ്യണം? ഫില്ലാവണം. അപ്പോൾ ക്രോമിയത്തിൻ്റെ കേസിൽ വന്നപ്പോൾ ഈ ആറ്റം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പകുതി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോറസിലുള്ള ഇലക്ട്രോൺ അങ്ങോട്ട് വലിക്കും, ചുമ്മാ ഇങ്ങോട്ട് പാടുമോനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫോറസിലുള്ള ഇലക്ട്രോൺ എന്താണ്? ഫോറസിൽ നിന്നും ഈ ഡിയിലേക്ക് പോകും, ലൈക്ക് ദിസ്. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ പാർഷ്യലി ഫില്ലപ്ഡ്, എന്താ പാർഷ്യലി ഫില്ലഡായി. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഫോറസിൽ എത്ര ഉള്ളൂ? 1 ഉള്ളൂ, 3Dയിലോ 5 ഉണ്ട്, ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ കാര്യം ഒട്ടും മറക്കാൻ പാടില്ല. ചോദ്യത്തിന് ഉത്തരം ഇതാണ്, പാർഷ്യലി ഫില്ലഡ് ഡി ഓർബിറ്റൽ ഫോർ അറ്റൈൻ സ്റ്റെബിലിറ്റി. ഈ 2 വാക്ക് ഓർക്കണം. എന്താണ്? പാർഷ്യലി ഫില്ലഡ് ഡി ഓർബിറ്റൽ. എന്തിനു വേണ്ടി? ഫോർ അറ്റൈൻ എന്താണ്? സ്റ്റെബിലിറ്റി. ഇതുപോലെ നമ്മൾ ക്രോമിയം എടുക്കുകയാണെങ്കിൽ ക്രോമിയത്തിന് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 29 ആണ്. അപ്പോൾ അവസാനം 18 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര എണ്ണം വേണം? 20, 9, 11 എണ്ണം വേണം. 10 എണ്ണം ഡിയിലേക്കും ഒരെണ്ണം ഫോറസ്റ്റിലേക്കും പോകും. നമുക്ക് നോക്കാം. ആദ്യം ഫോറസ്റ്റിൽ 2 എണ്ണം നിറഞ്ഞു വിചാരിക്കുക. സപ്പോസ് നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയല്ലേ, ഇവിടെ 9 എണ്ണം വരുമെന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഒരെണ്ണം ഫോറസ്റ്റിൽ നിന്ന് നേരെ എന്താണ്? 3Dയിലേക്ക് വരും. അങ്ങനെ ഇത് കംപ്ലീറ്റ്ലി ഫില്ലഡ് ആവും. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ പാർഷ്യലി ഫില്ലഡ് അല്ലെങ്കിൽ എന്താണ്? കംപ്ലീറ്റ്ലി ഫില്ലഡ്. ഈ 2 കേസിലുമാണ് ഇങ്ങനെ ഒരു ചെറിയ വ്യത്യാസം, ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ നോട്ട് ചെയ്യണം. അത് നമ്മൾ തെറ്റായിട്ട് എഴുതരുത്. 4s to 3D 9 എഴുതാൻ പാടില്ല. അതുകൊണ്ട് എക്സാമിന് എന്തായാലും ഇത് ചോദിക്കും. ഒരു സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം കോപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രത്യേകം ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം നിങ്ങളത് പ്രത്യേകം എടുത്ത് പഠിക്കാനാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. ദ ഡി സബ്ഷെൽ ക്യാൻ അക്കോമഡേറ്റ് മാക്സിമം ഓഫ് 10 ഇലക്ട്രോൺസ്. ഒരു ഡി സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണാണ് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. The completely filled configuration D10 or half filled configuration D5 of this subshell is more stable than others. കണ്ടോ? അപ്പോൾ ഇത് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ D10, ഡിയിൽ 10 പേരും വന്നം, അല്ലെങ്കിൽ ഡിയിൽ എന്താണ് 5 പേരും വന്നം. ഇങ്ങനെ വന്നാലാണ് അവർ സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യം ഒത്തു വരികയാണ് ക്രോമിയത്തിൻ്റെ കേസിൽ. ക്രോമിയത്തിൻ്റെ കേസിൽ D4S2 എന്നാണ് വരിക. D4S2 ഇങ്ങനെയല്ലേ, എസ്സിൽ രണ്ടെണ്ണം. അപ്പോൾ നമ്മളത് SC എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വലിച്ചിട്ട് അത് 5 ആക്കും. അതുപോലെ തന്നെ കോപ്പറിൻ്റെ കേസിലും ഈ പറഞ്ഞ D9S2 എന്ന് വരാം. അപ്പോൾ ആ 2ൽ നിന്ന് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് വലിച്ച് കോപ്പർ എന്തായിട്ട് മാറും? 10 ആയിട്ട് മാറും. സോ ദിസ് D4S2 D9S2 configurations will have some changes in the filling of electrons to attain stability. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? അറ്റൈൻ സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിലൊരു എന്താണ് മാറ്റം ഉണ്ടാവും. ലൈക്ക് വൈസ് ഫോർ എഫ് സബ്ഷെല്ലും അങ്ങനെ ഉണ്ടാവുന്നുണ്ട്, ബട്ട് നമ്മളത് പഠിക്കാനില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. എപ്പോഴാണ് സംഭവിക്കുക? ആർക്കാണ് സംഭവിക്കുക? ക്രോമിയത്തിനും കോപ്പറിനുമാണ് സംഭവിക്കുക. ഇൻ കേസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് നമുക്ക് 30 വരെയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള, അതിനുശേഷം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ for the subshell electronic configuration of chromium and copper, the configurations with half filled d subshell or completely filled d subshell show greater stability. കണ്ടോ? അപ്പോൾ സ്റ്റെബിലിറ്റി എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹാഫ് ഫിൽഡ് ഡി സബ്ഷെല്ലോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെല്ലോ എന്ത് കാണിക്കും? നല്ല ഒരു സ്റ്റെബിലിറ്റി കാണിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊരു ചേഞ്ചസ്, ഇങ്ങനെയൊരു മാറ്റം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നത്. ഓക്കെ, on the basis of this identify the correct electronic configuration of chromium from those given. അപ്പോൾ ഞങ്ങളിപ്പോൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? വെരി ഈസിയാണ്. കോപ്പറിൻ്റെ
S2 ൽ അവസാനിക്കില്ല, S1 ൽ. 3D10 S1 ൽ അവസാനിക്കുന്നു. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. If the subshell-wise electronic configuration of an atom is 1s2, 2s2, 2p6, 3s2, find answers to the following. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എടുത്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. 1s2, 2s2, 2p6, 3s2. ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി ഷെൽസ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് ആറ്റം? ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുണ്ട്? വെരി ഈസിയാണ്. ഏറ്റവും വലിയ നമ്പർ നോക്കിയാൽ മതി. 3 ഷെല്ലാണുള്ളത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 3. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ആർ ദ സബ് ഷെൽസ് ഓഫ് ഈച്ച് ഷെൽ? ഓരോ ഷെല്ലിലും സബ് ഷെല്ലാണ്. അപ്പോൾ ഇവിടെ 3 ഷെല്ലാണ്. ഏതൊക്കെയാണ് ഷെല്ലുകൾ? KLM. ഓക്കെ, സബ് ഷെൽ നോക്കുകയാണെങ്കിൽ K എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിനകത്ത് എത്ര സബ് ഷെൽ? ഒരെണ്ണമുള്ളൂ, S. ഇനി ഇവിടെ 2ൽ എത്ര എണ്ണം കാണിച്ചിട്ടുണ്ട്? S ഉണ്ട്, P ഉണ്ട്. ഓക്കെ, എമ്മിൽ ശരിക്കും SP D ഉണ്ട്. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ആര് മാത്രം പ്രസന്റ് ഉള്ളൂ? S മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദ സബ് ഷെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ വാസ് ആഡഡ്? അവസാനത്തെ ഇലക്ട്രോൺ ചെന്നിരിക്കുന്നത് ഏത് സബ് ഷെൽ? അവസാനത്തെ ഇലക്ട്രോൺ എവിടെയാണ്? 3s2 ൽ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ആറ്റം? ഈ ആറ്റത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. അത് വെരി ഈസിയാണ്. മുകളിലെ സംഖ്യകൾ നമ്മൾ കൂട്ടിയാൽ മതി. 2 + 2 4 + 6 10 + 2 12. ഓക്കെ, മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യകൾ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. അടുത്തത് വാട്ട് ഇസ് ദി അറ്റോമിക് നമ്പർ എത്രയാണ്? ഇലക്ട്രോണിൻ്റെ എണ്ണം അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. സോ 12. ദെൻ ഹൗ ക്യാൻ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോമ്യൂണിക്കേഷൻ ബി റിട്ടൺ ഇൻ ഷോർട്ട് ഫോം? ഷോർട്ട് ഫോമിൽ എങ്ങനെ എഴുതാം? അത് 1s2, 2s2, 2p6 ഇത്രയും എഴുതി കഴിയുമ്പോൾ അത് 10 ആണ്. ഇത്രയും എന്താണ്? 10 ആണ്. 10 വരുന്നത് ആരാണ്? നിയോൺ ആണ്. സോ നിയോൺ. ദെൻ ബാക്കി ഇവിടെ ഉള്ളത് 3s2. വെരി ഈസിയാണ്. നിങ്ങൾക്കറിയാം ഇതാരാണെന്ന്? 12 മഗ്നീഷ്യം ആണ്. നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ എഴുതി പഠിച്ചിട്ടുള്ളതാണ്. നിയോൺ 3s2. ഓക്കെ, ഇനി നമ്മൾ പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഓരോരോ പെട്ടികളായിട്ട് പീരിയോഡിക് ടേബിൾ ഓരോ സെക്ഷനായിട്ട് കിടക്കുന്നതാണ്. നമ്മൾ ഓരോന്നിനും ഓരോ പേരുണ്ട്. ഇതിന് S എന്ന് പറയും, ഇതിന് P എന്ന് പറയും, ഇതിന് D എന്ന് പറയും, ഇതിന് F എന്ന് പറയും. അതായത് SPDF എന്ന് പറയുന്ന 4 ബ്ലോക്കുകളാണ് പീരിയോഡിക് ടേബിൾ ഉള്ളത്. ഓരോ ബ്ലോക്കും പ്രത്യേകം എടുത്തിട്ട് അതിനകത്തുള്ള ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നില്ല, നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 5. താങ്ക് യു. Please subscribe to our YouTube channel for new updates and also follow our Facebook page for live updates. www.facebook.com/SunnyThomasCity. Thank you once again.